ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ രൂപയും ചന്ദ്രസേനും പറയുന്നുണ്ട്, കല്യാണി അത് വേണോ മോളെ, പ്രകാശൻ അങ്ങനെ വീട്ടിൽ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അമ്മ അച്ഛ നിങ്ങൾ അച്ഛനെ ഇപ്പോഴും സംശയിക്കുമ്പോഴേക്കും ഒരു കാര്യമുണ്ട്, അച്ഛനില്ലായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. കിരണേട്ടൻ്റെ അങ്കിൾ അന്ന് ഇവിടെ ഒളിച്ചിരുന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും ആക്രമിച്ചാനെ, അന്ന് ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, എൻ്റെ അച്ഛനുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ രക്ഷപ്പെട്ടത്. അതെ, അതൊക്കെ ശരി തന്നെയാണ് മോളെ, പക്ഷേ അയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി ഓണസദ്യ കൊടുക്കണമെന്നുള്ള താല്പര്യമൊന്നും എനിക്കില്ല എന്ന് രൂപ പറയുമ്പോൾ ചന്ദ്രസേനും പറയുന്നുണ്ട്, അതെ അതന്നെയാണ് മോളെ എനിക്കും പറയാനുള്ളത്, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ടെന്നേ എനിക്കും പറയാനുള്ളൂ എന്ന് പറയാണ്. കിരൺ പറയുന്നുണ്ട്, കേട്ടല്ലോ അമ്മയുടെ അച്ഛനും തീരുമാനം, ഇനി തനിക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. എല്ലാവരും ഒരുപോലെ പറയാണ്, കല്യാണി അയാളെ വിളിച്ചു വരുത്തേണ്ടത് നിനക്ക് മാത്രമുള്ള നിർബന്ധം. നിന്റെ അമ്മയും ലക്ഷ്മിയും കാർത്തികയും കാദംബരിയും രതീഷും എല്ലാവരും ഇതിനടുത്ത് എന്താ പറഞ്ഞത്, അയാളെ സ്നേഹിച്ചോ കുഴപ്പമില്ല, പക്ഷെ വീട്ടിൽ വിളിച്ചിട്ടുള്ള സ്നേഹമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അത് മതി കല്യാണി എന്ന് പറയണം. കല്യാണിക്കാണെങ്കിൽ ആകെ വിഷമമൊന്നും കേട്ടോ. അങ്ങനെ കല്യാണി, ശരി നിങ്ങളുടെ എല്ലാവരുടെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ എന്ന് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയാണ്. കല്യാണി ഇത് എങ്ങനെ അച്ഛനോട് പറയുമെന്ന് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ കല്യാണി വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ അച്ഛനോട് പറയും നാളെ വരണ്ടാന്ന്, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, എന്തായാലും പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് കല്യാണി. ആ സമയത്ത് പ്രകാശം ഫോൺ എടുക്കുകയാണ്. ഹലോ മോളെ കല്യാണി, എന്തായി ഓണത്തിൻ്റെ കാര്യം, നാളെ ഞാൻ എവിടെയാണ് മോളെ വരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അച്ഛാ അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ, എന്ത് പ്രശ്നമാണ് മോളെ? അത് പിന്നെ അച്ഛൻ ഓണത്തിന്, ഓ ഞാൻ വരുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലേ, എല്ലാവർക്കും ഇപ്പോഴും എന്നെ പേടിയായിരിക്കുമല്ലേ, അതിന് മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല മോളെ, ഞാൻ അങ്ങനെയല്ലേ ചെയ്തത്, എപ്പോഴും നല്ലവരായിട്ട് അഭിനയിച്ചിട്ട് ചതിക്കല്ലേ ഞാൻ ചെയ്തത്, അതുകൊണ്ട് ആരെയും കുറ്റമൊന്നും പറയണ്ട മോളെ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഓണത്തിന്, കാരണം അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ, ഇപ്പം തന്നെ പകുതി ജീവനായിട്ടാണ് ഞാൻ നടക്കുന്നത്, അടുത്ത ഓണത്തിന് ചിലപ്പോൾ ഞാൻ ഉണ്ടാവാതെ നിങ്ങൾ മാത്രമേക്കും ഓണം ആഘോഷിക്കുന്നത്, അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളുടെ കൂടെ ഒരു ഓണം ആഘോഷിക്കുന്നത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പോട്ടെ സാരില്ല മോളെ, മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എന്തായാലും അച്ഛനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മോള് കിരണിൻ്റെ കൂടെയും കിരണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയും എല്ലാവരുടെയും കൂടെയും അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചാൽ മതി എന്ന് പറയാണ്. ശരി അച്ഛനെ വെക്കട്ടെ, അച്ഛനെ ഓണത്തിന് അവിടെ കാണാൻ വരാം എന്ന് പറയാണ്. ഓ ആയിക്കോട്ടെ മോളെ എന്ന് പറയുന്നുണ്ട്. പ്രകാശിന് ആകെ വിഷമമാണ്, കല്യാണിക്ക് വിഷമമൊന്നും കേട്ടോ. അതിനുശേഷം കിരൺ പറയുന്നുണ്ട് കല്യാണി, കല്യാണി വേണമെങ്കിൽ നമുക്ക് ഓണസദ്യ അച്ഛനെ പാഴ്സലായിട്ട് കൊണ്ടേ കൊടുക്കാം, പിന്നെ ഓണക്കോടി അതൊക്കെ വേണമെങ്കിൽ കൊണ്ടേ കൊടുക്കാമെന്ന് പറയണേ. അപ്പോൾ കല്യാണി പറയണ്ട, കിരണേട്ടാ നിങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, അച്ഛന് ഓണക്കോടിയോ ഓണസദ്യയോ ഒന്നുമല്ല വേണ്ടത്, ഞങ്ങൾ 3 പെമ്മക്കളുടെ കൂടെ ഒരുമിച്ചൊരു നേരത്തെ ഭക്ഷണം, അതാണ് അച്ഛനെ ഉദ്ദേശിച്ചത്. പിന്നെ ഓണം ആകുമ്പോഴേക്കും ഇത്രയും വർഷം അവൻ്റെ കൂടെ അല്ല അച്ഛൻ ഓണം ആഘോഷിച്ചത്, ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് അച്ഛനൊരു ആഗ്രഹം പറഞ്ഞത്. പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ ഓണത്തിന്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോരുത്തർ ഉണ്ടാവില്ല, ഓണം ആകുമ്പോഴേക്കും എല്ലാവരും കൂടെ ഉണ്ടാവും, മക്കളുണ്ടാവും, കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ടാകും. അപ്പോൾ അതാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. സാരില്ല അച്ഛനെ കാര്യം മനസ്സിലായി, അതിൽ ഓണത്തിന് അച്ഛൻ വരാൻ പോകുന്നൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ഓണത്തിന് ഉത്രാടത്തിന് എല്ലാവരും അടിച്ചു പൊളിച്ച് പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാട്ടെ, രതീഷുണ്ട്, അവിടെ പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രകാശന് ഭയങ്കര വിഷമമാണ്, പക്ഷെ ആരും വിളിക്കാതെ തന്നെ പ്രകാശൻ വരുന്നുണ്ട് ഓണത്തിന്. അങ്ങനെ ഓണത്തിന് രാവിലെ തന്നെ അത്തക്കളം കല്യാണിയും കാർത്തികയും ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് അവിടുത്തെ വേലക്കാരത്തി പോലും അവിടുത്തെ ഓണപരിപാടിക്ക് വേണ്ടി കൂടുന്നുണ്ട് കേട്ടോ. നമ്മുടെ പക്ഷേ പ്രകാശം മാത്രമല്ല, പക്ഷെ പ്രകാശന് ഓണത്തിന് അവരെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ദീപയൊക്കെ ഉണ്ടായിട്ട് പോലും പ്രകാശന് ആ ഒരു മുഷിൻ്റെ ഡ്രസ്സോട് കൂടി തന്നെ രാവിലെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാം, ഓണസദ്യ കഴിക്കുന്നില്ല പക്ഷെ എല്ലാവരും കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ പ്രകാശം വരുവാട്ടോ. പ്രകാശം വന്ന് പതുക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവാണ്. അപ്പോൾ കല്യാണി കാണുന്നുണ്ട് കേട്ടോ. ആ അച്ഛ എന്ന് പറയുമ്പോഴേക്കും ദീപയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കണം. ഓ ഇയാളെത്തിയോ, വരണ്ടെന്ന് പറഞ്ഞിട്ട് വന്നല്ലോ എന്ന രീതിയിൽ അവരിങ്ങനെ നോക്കുവാട്ടോ. അച്ഛ വാ എന്ന് പറയാണ്. അപ്പോൾ പ്രകാശം വേണ്ട മോളെ, ഞാൻ വരണമെന്ന് വിചാരിച്ചല്ല, നിങ്ങളെല്ലാവരും രാവിലെ ഇവിടെ കാണുന്ന എനിക്കറിയാം, അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ്, ഉച്ചക്ക് ഊണിനൊന്നും അച്ഛൻ നിൽക്കുന്നില്ല കേട്ടോ, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മോളെ എന്ന് പറയാണ്. അച്ഛൻ വാ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ ഇങ്ങനെ തടിമുടി പ്രകാശനെ നോക്കുക കേട്ടോ. പ്രകാശം വേണ്ട മോനെ, പേടിക്കേണ്ട മോനെ, ഞാൻ അകത്തൊന്നും കയറില്ല, എൻ്റെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞിരിക്കുക കണ്ടില്ലേ, ഈ ഡ്രസ്സിട്ട് ഞാൻ അകത്തൊന്നും കയറില്ല മോനെ, ആകെ ചെളിയാണ്. അതെ മുഷിഞ്ഞ ഡ്രസ്സും അഴുക്ക് പിടിച്ച ഡ്രസ്സും മണമുള്ള ശരീരമാണെങ്കിൽ പോലും ഞങ്ങൾ അകത്ത് കയറ്റും, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലാണ് ഈ ചെളിയും അഴുക്കും ഒക്കെ ചീനി നാറുന്ന സ്മെല്ലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ മാത്രം അകത്ത് കയറ്റാത്തേ ഉള്ളൂ, എല്ലാത്തവരൊക്കെ ഞങ്ങൾ അകത്ത് കയറ്റും. കല്യാണി എന്തായാലും അച്ഛനകത്ത് വിളിച്ചുകൊണ്ട് പോകും എന്ന് പറയുകയാണ് കിരൺ. കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവാണ്. കല്യാണി പ്രകാശനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. ശേഷം ഓണക്കോടി പ്രകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കേണ്ട പ്രകാശന് സന്തോഷമാവാണ്. അച്ഛൻ കുളിച്ച് റെഡിയായിട്ട് ഈ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ അവരുടെ ബാത്റൂമിൽ കയറി കുളിച്ച് റെഡിയായിട്ട് ഓണക്കോടിയൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ നമ്മൾ പുറത്തേക്ക് വരുവാട്ടോ. അങ്ങനെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോണ്. പഴയ പ്രകാശനെ പോലെ തന്നെ ആ ഒരു പ്രൗഢിയോടുകൂടി തന്നെയാണ് വരുന്നത്. രതീഷ് പറയുന്നുണ്ട് കടുവ വീണ്ടും പഴയ കടുവയായല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട അതെ രൂപത്തിലും ഭാവത്തിലൊക്കെ ഇപ്പൊ വ്യത്യാസമുണ്ട്, പക്ഷെ സ്വഭാവം മാറാതിരുന്നാൽ മതി. മക്കളെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരിക്കലും അങ്ങനെയൊന്നും ആവില്ല. എന്തായാലും ഞാൻ പോട്ടെ മോളെ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ സന്തോഷമായി എന്ന് പറയുമ്പോൾ കിരണേട്ടാ എന്ന് കല്യാണി ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ കിരൺ പറയണ്ട ഇവിടം വരെ വന്നതല്ലേ, ഊണ് കാലാവാറായി, ഇനിയിപ്പോൾ ഊണ് കഴിച്ചിട്ട് പോയാമെന്ന് പറയാണ്. പ്രകാശിന് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ പ്രകാശനും അതുപോലെ തന്നെ ദീപയും ലക്ഷ്മിയമ്മയും കൂടെയാണ് എല്ലാവർക്കും ഊണ് വിളമ്പണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. പ്രകാശൻ തൻ്റെ 3 പെൺമക്കളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് പ്രകാശനും അവിടെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ 3 പെൺമക്കളുടെയും കൂടെ ഇരുന്ന് പ്രകാശൻ അങ്ങനെ ഊണിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊണിങ്ങനെ കഴിക്കുമ്പോൾ പ്രകാശം വിചാരിക്കണില്ല തന്നെ 3 പെൺമക്കൾക്കും കൊടുത്തിട്ട് ഊണ് കഴിക്കാമെന്ന് വെച്ചിട്ട് പ്രകാശൻ ആദ്യത്തെ ഉള്ള എടുത്തിട്ട് നമ്മുടെ കാദംബരിക്ക് കൊടുക്കുകയാണ്. പിന്നെ കല്യാണിക്ക് പിന്നെ കാർത്തികക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ മനസ്സും വയറും നിറഞ്ഞ് പ്രകാശം നടന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ. അതേസമയം നമ്മുടെ സരിയുവാണെങ്കിൽ പ്രാന്താശുപത്രി സമനില തെറ്റിയിട്ട് ആകെ വട്ട് കാണിക്കുകയാണ്. ഡോക്ടറോട് നമ്മുടെ ഷാരി പറയേണ്ട ഡോക്ടറെ ഇന്ന് ഉത്രാടമാണ്, സാധാരണ എല്ലാ വർഷവും ഞങ്ങൾ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാറുണ്ട്, ഉത്രാടത്തിൻ്റെ മോളുടെ അച്ഛൻ വരുമെന്നാണ് കേട്ടത് പരോളിന്. ഓഹോ അപ്പോൾ ഇവരുടെ അച്ഛൻ ജയിലിലാണോ എന്ന് പറയുമ്പോഴേക്കും ഷാരി ഒന്നും മിണ്ടുന്നില്ല. വെറുതെ അല്ല മോൾ ഇങ്ങനെയായി പോയത്, അല്ല പരോളിന് വരുമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. അല്ല മോളുടെ ഈ അവസ്ഥ കണ്ട അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അല്ല ഈ അവസ്ഥക്ക് കാരണം മോള് മാത്രമല്ലല്ലോ നിങ്ങളും കാരണക്കാരാവാതെന്നിരിക്കില്ല. എന്തായാലും മോളിനെ ഇപ്പോൾ പുറത്തിടാൻ പറ്റുമൊന്നുമില്ല, കാരണം അവർക്കിപ്പോൾ എല്ലാ ദിവസവും ഷോക്ക് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ. എന്നാലും നിങ്ങളുടെ കഴുത്തിനെ കയറി പിടിച്ചു, അവർ തന്നെ സ്വയം കഴുത്തിനെ കയറി പിടിച്ചു. അതായത് ആത്മഹത്യ സ്വയമായിട്ട് തോന്നി തുടങ്ങുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് വിട്ടനെ എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കും. ഇവിടെ ആകുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് പുറത്തേക്കൊന്നും വിടുന്നില്ല. ഇവിടെ തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ ഓണം എന്താ അച്ഛൻ വരുമ്പോഴോ സംസാരിക്കുകയോ എന്താ വെച്ചാൽ ചെയ്തോളൂ. പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ അച്ഛൻ ഓണാഘോഷമൊന്നും ഇല്ലാതെയൊന്നുമില്ല, ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ രോഗികൾക്കും ഓണസദ്യ ഒരുക്കുന്നുണ്ട്, അവരുടെ പാരൻസിന് സദ്യ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓണമൊക്കെ ഇവിടെ ആഘോഷിക്കാമെന്ന് ഡോക്ടറും പറയാണ്. അങ്ങനെ നമ്മുടെ രാഹുലിനെ പരോള് കിട്ടി രാഹുൽ വരുവാണ്. ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് രാഹുൽ പരോളിന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത്. കാരണം തൻ്റെ മോള് പ്രാന്താശുപത്രിയിലെ ചികിത്സയിലാണ്. അതുമാത്രമല്ല മുഴുത്ത പ്രാന്താണ്, ചങ്ങലിട്ടിരിക്കുകയാണ്. ചങ്ങലിട്ട് മാത്രമല്ല തലേക്ക് ഇങ്ങനെ മാന്തി ഷോക്കൊക്കെ അടിച്ച് ആ ഒരു കോലമാണ് സരുവിൻ്റെ. അപ്പം രാഹുൽ പഴയ സരുവിനെ ആലോചിച്ച് പോകണം, മുമ്പ് തൻ്റെ മോള് നടന്നിരുന്നതും അതുപോലെ വില കൂടിയ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതുപോലെ സംസാരവും തന്നെ മോളുടെ സ്റ്റൈലും ഒക്കെ ആലോചിച്ച് പോകാട്ടോ രാഹുൽ. അപ്പം മോളുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ രാഹുലിനെ സഹിക്കാൻ പറ്റുന്നില്ല. രാഹുൽ ആകെ തകർന്നു പോകുകയാണ്. പക്ഷെ രാഹുൽ നല്ല സ്വഭാവം ഒന്നും ആവുന്നില്ല കേട്ടോ. ഇതിനെ കാരണക്കാരാരാ? കിരണും കല്യാണിയും. അവരെ ഇല്ലാതാക്കാൻ വേണ്ടി രാഹുൽ അപ്പോഴും നടക്കുള്ളൂ, അത് മാത്രമേ രാഹുൽ അപ്പോഴും പറയുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.